വളരെക്കാലം മുമ്പ് മിഥില രാജ്യത്ത് കുലീനനായ ജനക രാജാവ് ഭരിച്ചിരുന്നു. ജ്ഞാനവും സമ്പത്തും കൊണ്ട് അനുഗ്രഹീതനായിരുന്നെങ്കിലും തന്റെ ഹൃദയവും രാജ്യവും സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ ഒരു കുട്ടിക്കായി അദ്ദേഹം ആഗ്രഹിച്ചു. ഒരു ദിവസം ഒരു യജ്ഞത്തിനായി പുണ്യഭൂമി ഉഴുതുമറിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കലപ്പ ഭൂമിക്കിടയിൽ ഉറച്ച എന്തോ ഒന്നിൽ തട്ടി. കൗതുകകരമെന്ന് പറയട്ടെ, അദ്ദേഹം മണ്ണ് വൃത്തിയാക്കി അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ മനോഹരമായ ഒരു സ്വർണ്ണപ്പെട്ടി കിടന്നു. അതിനുള്ളിൽ ദിവ്യപ്രകാശത്താൽ തിളങ്ങുന്ന പെൺകുഞ്ഞു ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ശാന്തതയും കൃപയും കൊണ്ട് നിറഞ്ഞിരുന്നു. ഭൂമി ദേവി തന്നെ പ്രസവിച്ചതുപോലെ ഈ സ്വർഗീയ കുഞ്ഞിനെ നൽകാൻ ഭൂമി പിളർന്നു. അത്ഭുതത്തിൽ മതിമറന്ന ജനക രാജാവ് കൈകൾ കൂപ്പി കുട്ടിയെ ഉയർത്തി തന്റെ മകളായി പ്രഖ്യാപിച്ചു. കൃഷി ചെയ്യുന്നതിനിടയിൽ കണ്ടെത്തിയതിനാലാണ് അയാൾ അവൾക്ക് സീത എന്ന് പേരിട്ടത്. സീത ഒരു രാജകുമാരിയായി വളർന്നു. പക്ഷേ അവളുടെ ആത്മാവ് ശുദ്ധവും വിനീതവും ഭക്തിയും നിറഞ്ഞതുമായിരുന്നു. അവളുടെ ജനനം മുതൽ തന്നെ അവൾ ഒരു സാധാരണ കുട്ടിയല്ലെന്ന് വ്യക്തമായിരുന്നു. അവൾ ഭൂമിമാതാവിൽ നിന്നുള്ള ഒരു സമ്മാനമായിരുന്നു. ഗർഭപാത്രത്തിൽ നിന്നല്ല, മറിച്ച് പവിത്രമായ മണ്ണിൽ നിന്നാണ് ജനിച്ചത്. വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനോടൊപ്പം ധാർമ്മിക പാതയിൽ നടക്കാൻ ജനിച്ച ലക്ഷ്മി ദേവിയുടെ അവതാരമാണിതെന്ന് ഋഷിമാർ പ്രഖ്യാപിച്ചു. അവളുടെ ജനനം വെറുമൊരു അത്ഭുതം മാത്രമായിരുന്നില്ല, അതൊരു സന്ദേശമായിരുന്നു. ഭൂമിയെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി പരിഗണിക്കുമ്പോൾ അളക്കാനാവാത്ത നിധികൾ നൽകി മനുഷ്യരാശിയെ അനുഗ്രഹിക്കുന്നു. പരീക്ഷണങ്ങളും ശക്തിയും നിറഞ്ഞ സീതയുടെ ജീവിതം ഭൂമിയിൽ നിന്നാണ് ആരംഭിച്ചത്. ഒടുവിൽ അതിലേക്ക് മടങ്ങി. സീതയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദിവ്യത്വം എപ്പോഴും അടുത്താണ്. നമ്മൾ നടക്കുന്ന മണ്ണിൽ തന്നെ ആഴത്തിൽ വേരൂന്നിയതാണ്.